ഞാനിപ്പോൾ നിൽക്കുന്നത് പറവൂർ നന്ദ്യാട്ടുകുന്നം എന്ന കൊച്ചു ഗ്രാമത്തിലെ വലിയ ഭക്തി നിർഭരമായ വലിയ ക്ഷേത്രത്തിലെ കാളികുളങ്ങര മുത്തിയുടെ സന്നിധാനത്താണ്. പറവൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് കാളികുളങ്ങര ക്ഷേത്രം. അവിടുത്തെ ദേവിയെ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി വിളിക്കുന്നത് കാളികുളങ്ങര മുത്തി എന്നാണ്. എല്ലാ വർഷവും മകരം 1 മുതൽ കുംഭം 12 വരെ വടക്കൻ പറവൂരിലുള്ള നന്ദ്യാട്ടുകുന്നം എന്ന കൊച്ചു ഗ്രാമം ഭക്തിസാന്ദ്രമായ ആഹ്ലാദത്തിമിർപ്പിലാണ്. കാരണം കാളികുളങ്ങര മുത്തിയുടെ ഭക്തർ തെണ്ടു വഴിപാട് നടത്തുന്നതും പൊങ്കാല നിവേദ്യം, ഉണ്ട, പിടി തുടങ്ങിയ വഴിപാടുകൾ നിവേദിക്കുന്നതും ഈ ദിവസങ്ങളിലാണ്. പിന്നെ അമ്പലത്തിലെ പ്രധാന വഴിപാടാണ് മുടി വഴിപാട്. അവിടെ ദേവിക്ക് അമ്പലനടയിൽ തന്നെ ഇഷ്ടംപോലെ ചൂലുകളുണ്ട്. അത് നമ്മൾ മുടി വഴിപാടിനായി ഓരോ ചൂല് സമർപ്പിച്ചാൽ നമ്മൾക്ക് ധാരാളം മുടി ഉണ്ടാവും. നമ്മുടെ മുടികൾ അധികം കൊഴിഞ്ഞു പോവില്ല. ഇതൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും ഫലിക്കുന്നതാണ്. ആര് വിശ്വസിച്ച് ഇത് ചെയ്താലും അവർക്ക് ഇഷ്ടം പോലെ മുടി ഉണ്ടാവും. അതുകൊണ്ട് ആ വഴിപാട് ചെയ്യുന്നത് കൂടുതലും സ്ത്രീജനങ്ങളാണ്. ഈ ഞായറാഴ്ച, അതായത് 23-ാം തീയതി ഞാനും ചേട്ടനും കൂടിയാണ് അമ്പലത്തിൽ പോയത്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ദേവിയെ കണ്ടു വണങ്ങി ദേവിക്ക് വേണ്ടി എണ്ണ, ചന്ദനത്തിൽ കർപ്പൂരം എന്നിവ സമർപ്പിച്ചു. പിന്നീട് പൊങ്കാല നിവേദ്യവും ഉണ്ടാക്കി അതിൽ നിന്ന് പ്രസാദമായി അമ്പലത്തിൽ സമർപ്പിച്ച് തൊഴുത് വണങ്ങി ഭക്തിയോടുകൂടി ആത്മസംതൃപ്തിയോടുകൂടി ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ നിന്ന് മടങ്ങി. ആ അമ്പലത്തിൽ വെച്ച് ഒരുപാട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അവിടെ ചെന്നതെല്ലാം ചെയ്യാനായിട്ട്. അരിയിട്ട് വെള്ളം തിളച്ച് വരുന്നതും അതിങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ടു നിൽക്കാനായിട്ട്. ഒരു നമ്മൾ കുറച്ചരിയാണ് ഉണ്ടാക്കുന്നതെങ്കിലും നല്ല രീതിയിൽ നിറവോടുകൂടി അതുണ്ടാവും. ഒരുപാടായിട്ട് അത് നമുക്ക് കൂടുതൽ സ്ഥലം നിറഞ്ഞു വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുക മാത്രമല്ല അങ്ങനെ ഉണ്ടായതുമാണ്. പിന്നീട് ക്ഷീണം തോന്നിയതുകൊണ്ട് അടുത്തുള്ള കടയിൽ നിന്ന് 2 കുലുക്കി സർബത്ത് വാങ്ങി ഞാനും ചേട്ടനും കൂടി കഴിച്ചു. അപ്പോൾ ചേട്ടൻ വിചാരിച്ചത് അധികം പൈസയൊന്നും ആവില്ലെന്നാണ്. പക്ഷെ ഒരു കുലുക്കി സർബത്തിന് 50 രൂപ, അങ്ങനെ 100 രൂപയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളമല്ലേ ചോദിച്ചുള്ളൂ, എന്തിനാണിത് വാങ്ങിത്തന്നത്? പിന്നെ ചേട്ടൻ പറഞ്ഞു, അത് അവർക്കും ജീവിക്കണ്ടേ, നമ്മളിതൊക്കെ വന്ന് കുടിച്ചാലല്ലേ അവർ ആ കട നടത്തുന്നതിന് ഗുണമുള്ളൂ. പിന്നീട് എന്നെ ഉണ്ടയും പിടിയൊക്കെ ഉണ്ടാക്കാൻ ചേട്ടൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ സന്തോഷത്തോടു കൂടി അമ്മേ ശരണം.